ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ട് മാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ക്രിസ്മസ് അവധിയൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശല്യപ്പെടുത്തായിരുന്നത്. സോഡയും വെള്ളവും മാറ്റി കുടിച്ച് തൊണ്ടടഞ്ഞു പോയതാണെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് സിംപ്ലി ഫോർ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 96-ൽ റിലീസ് ചെയ്ത ഒരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്. അതും ആ കാലഘട്ടത്ത് ഒരുപാട് പേരെടുത്തൊരു സിനിമയാണത്. സെവൻസ് ഒക്കെ പോലെ. ചിലർ കണ്ടു കാണണം. ഞാനും HBO കണ്ടിരുന്നു, ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ. ഇപ്പോഴാണ് കാര്യമായിട്ട് പിടികിട്ടിയത്. ഒരു അപാര സിനിമയത്. ശരീരം മുഴുവൻ തളർന്ന് ബെട്ടി കിടക്കുന്ന നായകൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ തുടർച്ചയായി കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോ സീരിയൽ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. പോരാത്തതിന് നമ്മുടെ ഏഞ്ചലീന ജോളിയൊക്കെ ഉണ്ട് പടത്തിൽ. നല്ല ജോളിയാണ്. എൻ്റെ പഴയൊരു ക്രഷ. ഒരുപാട് കെട്ടിപ്പോയിന്ന് മാത്രം, എന്നാലും സുന്ദരിയാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പം ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസുകാരൻ ക്രൈം നടന്ന സീനിലേക്ക് ചെല്ലാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ. ആളൊരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ്. കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നതാണ് ജോലി. ഈ പോലീസിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ലേ, അതിലെ ഫോറൻസിക് ആണ് പുള്ളി. ഇപ്പൊ ഒരു ടണലിനകത്താണ് പോലീസുകാർക്ക് ബോഡി കണ്ടുകിട്ടിയിട്ടുള്ളത്. അതിന്റെ ഫസ്റ്റ് ഫോറൻസിക് സെർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് അണ്ണം പോകുന്നത്. ഈ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ ആദ്യം ഇങ്ങനെ ഒരു റിസർച്ച് പോലീസുകാരൻ സെർച്ച് ചെയ്ത് നോക്കും. കാരണം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റാ. അവിടെ മറ്റ് പോലീസുകാർ നിരങ്ങേ അതോ നാട്ടുകാർ കൂടി വട്ടമിട്ട് കലപിലാക്കി കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം പോകും. അതുകൊണ്ടാണ് ഈ ക്രൈം നടന്ന സീനിൽ ആരും അടുപ്പിക്കാത്തത്. അതൊക്കെ 3ാം ക്ലാസ്സിൽ എൻ്റെ കോഴിമുട്ട തിരുടിയ കള്ളനെ അവൻ്റെ എയർ റിലീസ് വെച്ച് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം, ഡിറ്റക്റ്റീവ് അനൂപ് ഗോവിന്ദൻ്റെ കാലം. ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ ഹീറോ ടണലിനകത്തേക്ക് എഴഞ്ഞു ചെന്ന് ഈ ബോഡി തിരിച്ചു നോക്കുമ്പോൾ അത് അയാളുടെ തന്നെ ബോഡി ആയിരിക്കും. പെട്ടെന്ന് മോളിൽ നിന്നൊരു വലിയ മെറ്റൽ കോൺക്രീറ്റ് പീസ് ഇങ്ങേരുടെ മേളിലേക്ക് വന്ന് വീഴുന്നു. കണ്ണു തുറക്കുമ്പോൾ ആളൊരു ബെഡിൽ കിടക്കുകയാണ്, തന്റെ സ്വന്തം വീട്ടില്. ശരീരം അനക്കാൻ പറ്റാതെ, മുഖവും ഒരു കൈവിരലും മാത്രമേ പുള്ളിക്ക് അനക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം പാരലൈസായി. സംഭവം ഇങ്ങനെ ഒരു ക്രൈം സീൻ അന്വേഷിക്കാൻ പോയ ആളുടെ പുറത്തേക്ക് ഭാരമുള്ളൊരു വസ്തു വീണ് ആള് പാരലൈസ് ആയി പോയതാണ്. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇതേപടി കിടപ്പിന്നെയാണ്. ഈ അപകടത്തിൽപ്പെട്ട സീൻ വീണ്ടും വീണ്ടും സ്വപ്നത്തിൽ വരും. ആളിങ്ങനെ തന്റെ ജീവിതാവസ്ഥ ആലോചിച്ച് വിഷമിച്ച് കിടക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു മിഡിൽ ഏജ് കപ്പിൾ, അത്യാവശ്യം പണമുള്ള ഒരു വീട്ടിലെ ഭർത്താവും പുള്ളിക്കാരന്റെ ഭാര്യയും. ഇവരെവിടെയോ വിദേശത്ത് ടൂറ് പോയി തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കാറുമായി കാത്തിരുന്ന അവരെ ഡ്രൈവറെ കാണുന്നില്ല. ഇത്രയും നേരമായി ഡ്രൈവറെ കാണുന്നില്ല, അവനെ കൈ കിട്ടിയ കൊന്നുകളയെന്ന് പറഞ്ഞ് ഇയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഭാര്യ പറയും, ദേഷ്യപ്പെടല്ലേ, അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണണം, നമുക്കിപ്പോ ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോകാം. വീട്ടിലെത്തിക്കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് അയാളെ വിളിക്കാം, ദേഷ്യപ്പെടാതെ വായോന്ന് പറഞ്ഞ് ഇവരവിടെ കാണുന്ന ഒരു ടാക്സിയെ കൈ കാണിച്ച് വിളിച്ച് അതിൽ കയറി വീട്ടിലേക്ക് പോവാണ്. സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ ടാക്സി ഓടിച്ച് പോകുന്നുണ്ട്. ഇവര് കുറച്ചു നേരം യാത്രാക്ഷീണത്തിൽ ഉറങ്ങിപ്പോകും. കണ്ണ് തുറന്നു നോക്കുമ്പോൾ സിറ്റിയൊക്കെ താണ്ടി വേറെ ഏതോ ഒരു സ്ഥലത്തേക്കാണ് ഈ കാറുകാരൻ, ഈ ടാക്സിക്കാരൻ ഇവരെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ആ വീട്ടമ്മ എഴുന്നേറ്റ് സ്ഥലം മാറിയതറിഞ്ഞിട്ട് ടാക്സിക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സ്ഥലം മാറിയല്ലോ, ഇവിടെ അല്ലല്ലോ. അയാൾ ഒരു അക്ഷരം മിണ്ടില്ല. ഇവള് ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. നമ്മളെ സ്ഥലം മാറി ഇയാളെ ഇങ്ങോട്ടോ കൊണ്ടുപോവാണെന്ന് പറയും. ഭർത്താവും ഒച്ച വെച്ച് ടാക്സിക്കാരനെ ചീത്ത പറഞ്ഞിട്ട്, എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത് ഞങ്ങളെ, വണ്ടി നിർത്ത്, കതക് തുറക്കെന്ന് പറഞ്ഞ് ഇവര് കതവെല്ലാം തല്ലി തുറക്കാൻ നോക്കുന്നുണ്ട്. കഴിയുന്നില്ല. ലോക്ക് തുറക്കണ ഭാഗത്ത് കൈവച്ചാൽ കൈ മുറിയാൻ വേണ്ടി ആ ഡ്രൈവർ മെറ്റൽ പീസ് ഷാർപ്പാക്കി വെച്ചിരിക്കുക. സംഭവം ഡ്രൈവർ ഇവരെ ട്രാപ്പിലാക്കിയതാ. എന്താ ചെയ്യാൻ പോണെന്നറിയില്ല. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയുടെ അടുത്തേക്ക് വീണ്ടും വരുന്നു. ഹീറോയ്ക്ക് ഒരു പേസ് മേക്കർ വെച്ചിട്ടുണ്ട്. അതിന്റെ ചെക്കപ്പിന് വേണ്ടി റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇടയ്ക്കിടെ ഹീറോനെ വന്ന് കാണും. വളരെ നല്ല മനുഷ്യൻ, ചിരിക്കുന്നൊക്കെയുണ്ട്. ഹീറോ ആണെങ്കിൽ കാണുന്നവരോടൊക്കെ എനിക്ക് വോഡ്ക വേണം, വോഡ്ക വേണം, എന്നെ നോക്കുന്ന ഹോം നേഴ്സ് എനിക്ക് വോഡ്ക തരുന്നില്ല, കുറച്ച് തായോ എന്ന് പറഞ്ഞ് ചോദിക്കുക. പാവത്തിന് ഇത്തിരി കൊടുക്കണം എന്ന് തോന്നും നമുക്കും. പക്ഷെ കുടിച്ച ആൾ തട്ടിപ്പോവും. അപ്പോഴാണ് ജന്നലരികിൽ ഒരു പരുന്ത് വന്നിരിക്കുന്നത്. മുൻജന്മ കാമുകിയാന്ന് തോന്നുന്നു. ഇയാളുടെ സുഖവിവരം അന്വേഷിക്കാൻ ഇടയ്ക്കിടെ ഈ പരുന്ത് അവിടെ വരാറുണ്ട്. ആ സമയത്താണ് ഹീറോയുടെ പഴയ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. ഇതെന്താ പരുന്തൊക്കെ ഉണ്ടല്ലോ, നിന്റെ പുതിയ വിരുന്നുകാരനാണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കും. ഹീറോ പറയും, വികലാംഗരെ ആ പരുന്തിന് ഭയങ്കര ഇഷ്ടം തോന്നുന്നു, ഇടയ്ക്കിടെ എന്നെ കാണാൻ വരുന്നുണ്ട്. കൂട്ടുകാരൻ ചിരിച്ച് ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ടൊരു മനസ്സില്ലാ സ്വരത്തിൽ ഹീറോയോട് പറയാണ്, നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കമില്ല, എനിക്ക് കഴിയുന്നില്ലടാ, നിനക്ക് ഒന്നുകൂടെ ആലോചിച്ച് മാറ്റി ചിന്തിച്ചൂടെ? ഇപ്പൊ ഹീറോ പറയും, ഇനി ചിന്തിക്കാൻ എന്താ ഉള്ളത്, നീ തന്നെ നോക്ക്. ഒരു ജീവച്ചവായിട്ട് എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. ഒരു വിരലും തലയും മാത്രമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എപ്പോൾ വേണമെങ്കിലും സ്ട്രോക്ക് വന്ന് അതും കൂടെ ഇല്ലാതായി വെറൊരു വെജിറ്റബിൾ പോലത്തെ മനുഷ്യനാവും ഞാൻ. ഒരു ഉണർവും ഇല്ലാതെ ജീവൻ മാത്രമുള്ളൊരു ശവം. എനിക്ക് അങ്ങനെ ആവാൻ കഴിയില്ല.
നീ എൻ്റെ കൂട്ടുകാരനല്ലേ, എന്നെ സഹായിക്കും. കൂട്ടുകാരന് വിഷമാവും, പക്ഷെ സഹായിക്കാതിരിക്കാനും കഴിയില്ല. അയാൾ തിരിഞ്ഞു നിന്നിട്ട് ശരി അങ്ങനെ ചെയ്യാം എന്ന് പറയാണ്. സംഭവം ഹീറോ തന്നെ കരുണക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടത്തുന്നത് ഈ കൂട്ടുകാരനായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, അതാണ് ഹീറോ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ നീ ധൃതി വെക്കരുത്, ചില പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് അപ്രൂവൽ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം, അതുവരെ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് കൂട്ടുകാരൻ ഇറങ്ങി പോവുക. ഹീറോ പറയും മനസ്സ് മാറ്റല്ലേടാ കൂട്ടുകാരാ, എന്നെ പറ്റിക്കരുത്, നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താ, എനിക്ക് ആകെ കിട്ടിയ സുഹൃത്ത്, എന്നെ പറ്റിക്കല്ലേ എന്ന് ഹീറോ വിളിച്ച് പറയുന്നുണ്ട്. കൂട്ടുകാരൻ വിഷമത്തോടെ ഇറങ്ങിപ്പോവും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഇനിയൊരു നായികനെ കാണിക്കണ്ടേ, നമ്മുടെ സുന്ദരി നായികനെ ഏഞ്ചു എന്ന് വിളിക്കാം. ഞാൻ അവളെ അങ്ങനെ വിളിക്കുക, അവൾക്കും അതാണ് ഇഷ്ടം. പണ്ട് ഞങ്ങൾ ഇംഗ്ലണ്ടിൽ, ശരി വേണ്ട, ഇപ്പൊ കഥയിൽ ഏഞ്ചുവിനൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരനുമായിട്ട് അവൾ ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ടാവും, പക്ഷെ എന്തോ ഒരു സങ്കടം അവളുടെ അകത്തുള്ളതുപോലെ. അങ്ങനെ രാത്രിയിലെ സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞ് കാലത്ത് അവൾ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചേച്ചി ഒരു പോലീസുകാരിയാണെന്ന്, ലോക്കൽ പോലീസുകാരിയാണ്. ബോയ് ഫ്രണ്ട് പറയും നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ, ഞാനൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് എന്നെ കല്യാണം കഴിച്ചുകൂടാ, നീ എൻ്റെ ഭാര്യ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു, നമുക്ക് നല്ലൊരു കപ്പിളായിട്ട് മുന്നോട്ട് പോയിക്കൂടെ, നീ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും എനിക്ക് കമ്മിറ്റ്മെന്റിന് തയ്യാറാവാൻ കഴിയില്ല, അത് നിനക്കറിയാലോ, ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ഒരു കല്യാണത്തിനോ സീരിയസ് റിലേഷൻഷിപ്പിനോ എനിക്ക് കഴിയില്ല, ദയവേത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് ഇറങ്ങി വരും. അത് കഴിഞ്ഞവള് ഒരു ലോക്കൽ പോലീസുകാരനുമായിട്ട് പട്രോളിങ്ങിലാണ്. അതിനിടയ്ക്ക് സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവർക്ക് വോക്കി ടോക്കിയിലൂടെ ഒരു റിപ്പോർട്ട് വരികയാണ്. ഇവര് നിൽക്കുന്നതിന് പരിസരത്തായിട്ട് ഒരു പയ്യൻ എന്തോ കണ്ട് പേടിച്ചു, അത് പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ആ ലോക്കൽ ഏരിയയിൽ ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഞാനുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് ചെന്ന് പരിശോധിക്കാം. ചെറിയ കാര്യമായിരിക്കും വിചാരിച്ചിട്ട് കൂടുള്ള സീനിയറെ അവൾ കൊണ്ടുപോകുന്നില്ല, ഇവള് തന്നെ തനിച്ചാണ് പോകുന്നത്. ഒരു പഴയ ബിൽഡിങ്, അതിനകത്തൂടെ ഒരു റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട്. ഈ സ്ഥലത്തേക്കാണ് ഹീറോയിൻ പോകുന്നത്. അവിടെ റിപ്പോർട്ട് ചെയ്ത കൊച്ചു പയ്യനുണ്ടാവും. എന്താടാ മോനെ, എന്താ നീ കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ ദൂരേക്ക് കൈനീട്ടി കാണിക്കുന്നുണ്ട്. പെണ്ണ് ഓടിച്ചെന്ന് നോക്കുമ്പോണ്ടാവും ഒരു മനുഷ്യന്റെ കൈ നിലത്ത് മെറ്റൽ കല്ലുകളുടെ ഇടയിൽ കുഴിച്ചു വെച്ചിരിക്കുക. ഇവൾ ആ ഭാഗത്തെ കല്ലുകൾ മാറ്റി നോക്കുമ്പോണ്ട് ഒരു മനുഷ്യന്റെ മുഴുവൻ ബോഡിയും ഈ പൊടിക്കല്ലുകളിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇവൾ എഴുന്നേറ്റ് ചുറ്റും പരിശോധിക്കുമ്പോൾ അടുത്തുള്ള റെയിൽവേ ട്രാക്കില് കുറച്ച് മണ്ണും ഒരു പഴയ പേപ്പറും പിന്നെ ഒരു സ്ക്രൂ, പഴയ തുണി, ഇതൊക്കെ കാണാം. അതേപോലെ ഈ ബോഡിയിലെ കൈ പുറത്തേക്ക് നിൽക്കുന്നില്ലേ, ആ കയ്യിൽ ഒരു വിരല് കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത വിരലിൽ ഒരു മോതിരമുണ്ട്. ഇത് ഇവള് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ട്രെയിൻ ആ പാളത്തിലൂടെ കടന്നു വരുന്നത്. ഇവൾ ഓടി ട്രെയിനിന് മുന്നേ ചെന്ന് ടോർച്ചടിച്ച് കാണിച്ചിട്ട് ട്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. പക്ഷെ ട്രെയിൻ ആണെങ്കിൽ വേഗത്തിലായിരിക്കും വന്നുകൊണ്ടിരിക്കുക, അവർക്കങ്ങനെ പിടിച്ചാൽ കിട്ടണ്ടേ. എന്തായാലും പെണ്ണ് ട്രാക്കിൽ നിന്ന് മാറാത്തോണ്ട് ആൾ എങ്ങനെയൊക്കെയോ ചവിട്ടി നിർത്തി. എന്നിട്ട് നിനക്ക് പ്രാന്താണോ പോലീസുകാരെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, ആ സീൻ നിങ്ങൾ വഷളാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചത്, ദയവേത് സഹകരിക്കണമെന്ന് പറഞ്ഞ് അവൾ ആ ട്രെയിൻ അവിടെ തന്നെ നിർത്തിച്ചിട്ട് ഓടി ആ കൊച്ചു പയ്യൻ്റെ അടുത്ത് ചെന്ന് തൊട്ടടുത്ത ഏതെങ്കിലും കടയിൽ നിന്നും ഒരു ചെറിയ ചീപ്പ് ക്യാമറ വാങ്ങിച്ചുകൊണ്ട് വാ, ആൻറ്റിക്ക് പണിയുണ്ടെന്ന് പറയും. പയ്യൻ ഓടി ചെന്ന് ഒരു ചെറിയ പെട്ടി ക്യാമറ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവൾ ആ ക്യാമറ കയ്യിൽ കിട്ടിയ ഉടനെ അതും കൊണ്ട് അവിടെ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോ എടുത്ത് വെക്കും. ഫസ്റ്റ് ക്രൈം സീൻ മുഴുവൻ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. ഒരാൾ നടന്നു പോയതിന്റെ കാൽപ്പാടുണ്ടാവും, ഷൂവിന്റെ പാട്. അതിന്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടി $1 അതിനടുത്ത് വെച്ച് ഇവള് ഫോട്ടോ എടുക്കും. അങ്ങനെ മുഴുവൻ എടുത്തു. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്താല് ഇന്നലെ ഒരു ടാക്സി ഡ്രൈവർ 2 പേരെ പിടിച്ചോണ്ട് പോയില്ലേ, ഭർത്താവിനെയും ഭാര്യനെയും. അതിലെ ഭാര്യയെ ഏതോ ഒരു അണ്ടർഗ്രൗണ്ട്, കുറെ മെഷീൻസ് ഒക്കെ ഉള്ള ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ കെട്ടിവെക്കുന്നു. വീണ്ടും തിരിച്ച് നമ്മുടെ ക്രൈം സീനിലേക്ക് വന്നാൽ അധികം വൈകാതെ അവിടെ നിറച്ച് പോലീസുകാരായി. വലിയ ചീഫ് പോലീസുണ്ട്, പിന്നെ ലോക്കൽ ഡിറ്റക്റ്റീവ് പോലീസുകാരനും വരും. അങ്ങേരാണ് ഹോമിസൈഡൊക്കെ അന്വേഷിക്കുന്ന പോലീസുകാർ. ആരാ ട്രെയിനിനെ നിർത്തിയെന്ന് ചോദിക്കുമ്പം ഹീറോയിൻ പറയും ഞാനാണ് ട്രെയിനിനെ നിർത്തിയത്, ഇവിടുത്തെ എവിഡൻസുകൾ നശിക്കാതിരിക്കാൻ വേണ്ടി നിർത്തിയതാന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ കളിയാക്കാണ്, എന്നാൽ പിന്നെ ഗ്രാൻഡ് സെൻട്രലിൽ നടത്തുന്ന ഫുട്ബോൾ നിനക്ക് നിർത്തിക്കൂടായിരുന്നോ, മണ്ടത്തരം കാണിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ, സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കി ഈ പോലീസുകാരൻ മാറിപ്പോവും. അവിടുന്ന് ആ സീൻ കഴിഞ്ഞു. ഇപ്പൊ പിറ്റേന്ന് ഹീറോയുടെ വീട്ടിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട്. നിങ്ങളെ കാണാൻ കുറച്ച് പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് ഹീറോയെ നോക്കുന്ന ഹോം നഴ്സ് വന്നിട്ട് പറയും. ഈ ചേച്ചി അടിപൊളി ആക്ടറാണ് കേട്ടോ ഹോം നഴ്സ്, അവരെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോ ആ സിറ്റിയിലെ മൂത്ത പോലീസുകാരനും അയാളുടെ അസിസ്റ്റന്റും ഹീറോയെ വന്ന് കാണുന്നു. ലിങ്ക്, ഒരു സീരിയസ് സിറ്റുവേഷൻ ഉണ്ട്, നിന്റെ സഹായം വേണം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഹീറോ എന്താണെന്ന് ചോദിക്കും. പോലീസുകാരൻ പറയാണ് ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഒരു കപ്പിള് മിസ്സായിട്ടുണ്ട്, അതിലെ ഒരാളുടെ ബോഡി ട്രാക്കിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടുകിട്ടി. മുഖത്ത് വെടിവെച്ച അവസ്ഥയാണ്, മെറ്റലി കുഴിച്ചിട്ടിരുന്നു, അയാളുടെ കൈവിരൽ കട്ടായിട്ടുണ്ട്, അതിൽ ഭാര്യയുടെ മോതിരം ഉണ്ടായിരുന്നു. ഇതുവരെ ഭാര്യയെ കണ്ടുകിട്ടിയിട്ടില്ല, ഭാര്യയ്ക്ക് ജീവനുണ്ടോന്ന് അറിയില്ല. ഇതാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ. ഹീറോ പറയും അയാൾ കാശുള്ള ആളാണെങ്കിൽ ഭർത്താവിനെ കൊന്ന് ഭാര്യയെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇപ്പൊ കുടുംബത്തെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. അവന്റെ ലക്ഷ്യം പണമാണെങ്കിൽ അതായിരിക്കും അവൻ ചെയ്യുക.
പയ്യൻ. അപ്പോൾ ഈ കൂടെ വന്ന അസിസ്റ്റന്റ് പയ്യൻ പറയും, സാർ ഞാൻ നിങ്ങളുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായതിൽ എനിക്കും വിഷമമുണ്ട്. ഹീറോ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മക്കൾ ചെന്ന് പണിയെടുത്തോ, എനിക്കിവിടെ വേറെ പണികളുണ്ടെന്നും പറഞ്ഞ് ഹീറോ അവരുടെ കച്ചറയിൽ നിന്ന് ഒഴിവാവാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങേർക്ക് സ്ട്രോക്ക് വരുന്നത്. ആള് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ഹോം നഴ്സ് തെൽമ ഓടി വന്ന് ഈ പോലീസുകാരെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് ഹീറോയ്ക്ക് വേണ്ട ആദിമ ശുശ്രൂഷയൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ ഹീറോയ്ക്ക് ശ്വാസം വന്നു, ആള് നേരെയായി. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഈ വന്ന പോലീസുകാർ അവർക്ക് ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് കുറച്ചെണ്ണം ഇവിടെ ഹീറോയുടെ ടേബിളിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ ടേബിളിന് നേരെ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ വിഷ്വൽസ് ഹീറോയ്ക്ക് കാണാം. സംഭവം വീട് മുഴുവൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പല കാര്യങ്ങൾ ഹീറോയ്ക്ക് ആക്സസബിൾ ആയിട്ട് കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും. ഇപ്പൊ ടി വിയിലൂടെ ആ ഫോട്ടോസ് കണ്ട ഹീറോ ഈ ഫോട്ടോസൊക്കെ ആരാണ് എടുത്തത്, ഉടനെ അയാളെ വരാൻ പറയണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ആ വലിയ പോലീസുകാരനെയും വിളിക്ക്, എനിക്ക് ഉടനെ അവരെ കാണണമെന്ന് പറയും. എന്നിട്ട് ആ ന്യൂസ് പേപ്പറിൽ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ആ തുണ്ട് പേപ്പറിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കണേ എന്നുള്ളത് വായിക്കാൻ പറയും. ആ തുണ്ട് പേപ്പറിൽ 4 മണി 4 PM എന്നുള്ളത് സർക്കിൾ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ എത്രയെന്ന് ചോദിക്കുമ്പം 119 ആണ് നമ്പർ. ഹീറോ 119 4 PM 11/9. ഇന്നത്തെ ഡേറ്റ് എത്രയെന്ന് ചോദിക്കുമ്പം November 9 ആണ്. 11/9 4 മണി. മൈ ഗോഡ്. പോളിനെ ഉടനെ വിളിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഹീറോ പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഏഞ്ചു ഏതൊരു മണ്ടൻ കൂട്ടുകാരനുമായിട്ട് ഡ്രഗ്സിനെ പറ്റിയുള്ള ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചീഫിന്റെ അസിസ്റ്റന്റ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ലിങ്കൺ എന്ന പഴയ പോലീസുകാരന് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, അങ്ങോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയും. ഉടനെ ഹീറോയിൻ ചോദിക്കുകയാണ്, ആ ടെക്സ്റ്റ് ബുക്ക് കൈയാണോ? പുള്ളിക്കാരൻ കിടപ്പിലായി എന്നാണല്ലോ ഞാൻ കേട്ടത്, ഇപ്പം എന്തിനാണ് എന്നെ കാണാൻ വരാൻ പറഞ്ഞു? അതൊക്കെ പോകുന്ന വഴിക്ക് പറയാം എന്നീ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. സോ ഹീറോ ഫേമസ് ആണ്, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ക്രൈം ഇൻവെസ്റ്റിഗേഷനൊക്കെ പറ്റി. ആള് വലിയ തലയുള്ള ഒരു ബുദ്ധിമാനാണ്, അത് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഹീറോയിൻ ആരെയോ കാണാൻ വരികയാണല്ലോ, എന്തായിരിക്കും പുള്ളിക്കാരൻ, എന്തിനാ എന്നെ കാണാൻ വരാൻ പറഞ്ഞു എന്നൊക്കെയുള്ള മുഖവിഹാരങ്ങളോടുകൂടി ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആരാണപ്പാ ഭയങ്കരമായ ആള്? ചെന്നുടനെ ഹീറോ ചോദിക്കും, താനാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത ഓഫീസർ? തന്നെ കണ്ടാ പറയില്ല കേട്ടോ, താൻ ആ ട്രെയിൻ നിർത്തി ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ തനിക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഫോറൻസിക്കിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. വെൽഡൺ. ഇപ്പം നമുക്ക് ആ എവിഡൻസിലേക്ക് നോക്കാം. അതിൽ 119 119 പേജാണ് കില്ലർ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോൾട്ട് ഉണ്ട്, അത് എവിടുന്നോ എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചതാണ്. പിന്നെ കുറച്ച് സാൻഡും. ഇതെല്ലാം നമ്മൾ കാണാൻ വേണ്ടി ആ കില്ലർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റ് ആണ് ആ പേപ്പറിലൂടെ പറഞ്ഞിരിക്കുന്നത്. 4 മണി. ഇപ്പൊ സമയത്തരായി 12:15. ആ പെണ്ണിന് ഇപ്പോഴും ജീവനുണ്ട്. പോൾ 4 മണിക്കുള്ളിൽ നമ്മൾ ആ പെണ്ണ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം ആ സമയത്താണ് അവൻ കൊല്ലാൻ പോകുന്നത്. ഹീറോ മുഖം തിരിച്ച് ഏഞ്ചുവിനോട് പറയും, ഈ കേസിൽ നീയും കൂടെ ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യണം, നിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അതിന് ഹീറോയും പറയും, ഫോറൻസിക് എൻ്റെ ഏരിയ അല്ല, എനിക്കതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഹീറോ, നീ വർക്ക് ചെയ്തേ തീരൂ, അത് നിർബന്ധമാണെന്ന് പറയാം. ഉടനെ അവള്, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് എന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ചീഫ് പറയാണ്, എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമല്ലോ, ഞാൻ നിന്നെക്കാളും മൂത്ത ഓഫീസറല്ലേ. ഉടനെ ഇവൾക്ക് വീണ്ടും ദേഷ്യം വരും. താനിങ്ങനെ കിടപ്പിലായി എന്ന് പറഞ്ഞ് നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ഞോണ്ടാണോ? എനിക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല, എന്നെ വിട്ടേക്കണം. ഇതൊരുമാതിരി തന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി എന്നെ പിടിച്ചിട്ട പോലെയുണ്ട്, എനിക്ക് താല്പര്യമില്ല. അത് കേട്ട് ഹീറോ പറയാണ്, ഞാൻ നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല നിന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്, നിന്റെ തലച്ചോറിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടാ. ഇവിടെ ഒരു ജീവൻ രക്ഷിക്കേണ്ട കടമയാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈഗോയൊക്കെ മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും. ഇപ്പോ നീ അവിടെ എന്താണ് കണ്ടതെന്ന് ഫീൽ ചെയ്ത് എന്നോട് പറയും. മുഴുവൻ കാര്യങ്ങളും ഒരച്ച് വിടാതെ എന്നോട് പറയണം. അവൾ അവിടെ കണ്ട സീൻ ഓരോന്നായിട്ട് ഹീറോയ്ക്ക് വിവരിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് കിഡ്നാപ്പർ കൊണ്ടുപോയ ആ ലേഡിയെ അവൻ എന്തോ ഉപദ്രവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. വീണ്ടും തിരിച്ച് ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ അവിടെ ഇപ്പോൾ കുറച്ചധികം പോലീസുകാർ കൂടിയിട്ടുണ്ടാവും. ഇൻവെസ്റ്റിഗേഷന് വേണ്ട റിസർച്ചും ഓഫീസ് സെറ്റപ്പും എല്ലാം ഹീറോയുടെ മുറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കെമിക്കൽ ചെക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹീറോയുടെ പഴയൊരു കൂട്ടുകാരനും വരുന്നുണ്ട്. അങ്ങനെ കാര്യമായി ഇവർ ടീമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ചൊറിയൻ ഡിറ്റക്റ്റീവ് കയറി വരുന്നത്. ഹലോ ഹലോ ഹലോ, എന്താ ഇവിടെ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് 2 ഷോയൊക്കെ കാണിച്ച് ഹീറോയോട്, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, ഈ കേസ് ആദ്യം എൻ്റെ കയ്യിലേക്കാണ് വന്നത്, എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും, വേണമെങ്കിൽ ഞാൻ തന്നെ ആളെ പിടിച്ചും തരാം. ഹീറോ അയാൾ പറയുന്നൊന്നും കേൾക്കില്ല, വകവയ്ക്കില്ല. ഒരു ചൊറിയനാണെന്ന് പുള്ളിക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ ഇവർക്ക് കിട്ടിയ പേപ്പറും ബോൾട്ടും തുണ്ട് പീസൊക്കെ ഇല്ലേ, അതിനെയൊക്കെ കാര്യമായിട്ട് റിസർച്ച് ചെയ്ത് നോക്കാൻ പറയാണ്. അപ്പൊ കെമിക്കൽ ചെക്കർ പറയും, ആ തുണ്ട് പേപ്പറിന് ഏകദേശം 80-90 വർഷം പഴക്കമുണ്ട്. സോ ആ പഴമ എന്തിനെയോ കുറിക്കുന്നു. ഹീറോ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മറ്റേ ഡിറ്റക്റ്റീവ് ഇറങ്ങിപ്പോവാണ്. ഇപ്പൊ ഹീറോ ഈ ക്രൈം ബോഡി കണ്ടുകിട്ടിയ സ്ഥലത്തെക്കുറിച്ച്
ഓർക്കുമ്പോൾ ആ ട്രെയിൻ പാത പണിതത് ഏകദേശം 80-90 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നൊരു സിവിൽ വാർ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ പേപ്പറിനും ബോൾട്ടിനൊപ്പം തന്നെ കുറച്ച് സാൻഡും കെട്ടിയിട്ടുണ്ടല്ലോ, അതെന്ത് മെറ്റീരിയലാണെന്ന് നോക്കാൻ പറയും. നമ്മുടെ ചെക്കർ നോക്കിയിട്ട് പറയാണ്, ഇത് കാണുമ്പോൾ ശരിക്കും ഒരു സാൻഡ് പോലെ തോന്നുന്നില്ല, ഒരു ഷെൽഫിഷ് പോലെ ഇരിക്കണേന്ന് പറയും. അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിൽ അത് ഓയിസ്റ്റർ ആയിരിക്കണം. കാരണം ഈ സിറ്റിയിലെ വുഡ്സ് വർത്ത് ബിൽഡിംഗ് 1913 പണിയുന്ന സമയത്ത് ആ പണിയുന്ന സ്ഥലത്ത് ഒരു പണക്കാരന്റെ ബോഡി അവിടുത്തെ ജോലിക്കാർക്ക് കണ്ടുകിട്ടി. അയാളെയും ഇതുപോലെ തലയിൽ ഷൂട്ട് ചെയ്താണ് ആരോ കൊന്നിട്ട് അവിടെ കുഴിച്ചു മൂടിയിരുന്നത്. ആ സ്ഥലത്ത് മണ്ണ് ഫില്ല് ചെയ്യാനില്ലാത്തതുകൊണ്ട് അന്ന് ഓയിസ്റ്റർ ഷെൽസ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്തിരുന്നത്. അപ്പൊ ഈ കില്ലർ ആ പഴയകാല ഓർമ്മയിൽ ആ ഹിസ്റ്ററി പുതുപ്പിക്കുന്നത് പോലെയാണ് ഇപ്പം ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്. അന്ന് മാൻഹാറ്റൻ സിറ്റിയെ ലാൻഡ് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചതും ഇതേ ഓയിസ്റ്റർ ഷെൽ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണ് അതിന് പേൾ സ്ട്രീറ്റ് എന്ന് പേര് വന്നത്. അങ്ങനെയാണെങ്കിൽ ആ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ലേഡിയെ ഇതേ വുഡ്സ് വർത്ത് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ പണ്ട് ഓയിസ്റ്റർ ഷെൽസ് ഫില്ല് ചെയ്ത സ്ഥലത്ത്, ആ സ്ഥലത്തായിരിക്കണം അവൻ ആ ലേഡിയെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും വുഡ്സ് വർത്ത് ബിൽഡിങ്ങിലേക്ക് പോകണം. 4 മണിക്കുള്ളിൽ ആ ബിസിനസ്സുകാരന്റെ ഭാര്യയെ കണ്ടുപിടിക്കണം. ഹീറോ ഏഞ്ചലിനോട് പറയും, നീയും ഇവരോടൊപ്പം പോയി മറ്റാരും ചെല്ലുന്നതിന് മുന്നേ ആ ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന വിവരം കണ്ടുപിടിച്ചെന്നോട് പറയാം. നിന്റെ ഫോറൻസിക് ഇൻസ്റ്റിക്റ്റ് ഉപയോഗിക്കേണ്ട സമയമാണത്. പോകൂന്ന് പറഞ്ഞ് ഹീറോ മറ്റ് പോലീസുകാരൻ്റെ കൂടെ ഹീറോയിനെയും പറഞ്ഞുവിടും. അവൾ പോകുന്ന സമയത്താണ് ഹീറോയ്ക്ക് എന്താണ് പറ്റിയത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് പോലീസുകാരോട് ചോദിക്കുക. അവർ പറഞ്ഞു കൊടുക്കും ഒരു ക്രൈം സീനിൽ നിന്ന് സംഭവിച്ചാണെന്ന്. ഹീറോയ്ക്ക് കുടുംബമായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു അനിയത്തിയുണ്ട്. പക്ഷെ ഈ അവസ്ഥയായതുകൊണ്ട് ഹീറോ ഇപ്പം അനിയത്തി ഇനിയും കാണുന്നില്ല. എന്തായാലും ഈ സിറ്റിയിലെ ജീനിയസായ മനുഷ്യന് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കഴിവുണ്ടാവണം. അതുകൊണ്ട് അതൊരു കുറച്ചിലായിട്ട് വിചാരിക്കേണ്ട, പെരുമയായിട്ട് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞ് പോലീസുകാരൻ അവളെ പുകഴ്ത്തി വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് കില്ലർ ആ കെട്ടിവെച്ച പെണ്ണിന് നേരെ ഒരു വലിയ പൈപ്പ് തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ചെക്കർ അവർക്ക് കിട്ടിയ ബോൾട്ട്, ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ബോൾട്ട് പണ്ട് സ്റ്റീം പൈപ്പ് അസംബിൾ ചെയ്യാൻ ഉപയോഗിച്ചതാണെന്ന് കണ്ടുപിടിച്ച് പറയാം. കാരണം അത് വലിയ ബോൾട്ടാ, പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് ഈ പൈപ്പിന്റെ അസംബ്ലിക്കാണെന്നുള്ളത് അവൻ കണ്ടുപിടിച്ച് പറയും. വില്ലൻ കൊടുത്ത സിഗ്നൽ തന്നെയായിരുന്നു അത്. അയാൾ ഈ സ്റ്റീം പൈപ്പ്, ആവി പൈപ്പ് നമ്മുടെ പണക്കാരന്റെ ഭാര്യയ്ക്ക് നേരെ തിരിച്ചു വെക്കുന്നുണ്ട്. അവളെ കെട്ടിയും വെച്ചിട്ടുണ്ട്. കുറച്ച് പോലീസുകാർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ബാക്കി പോലീസുകാർ ഹീറോയുടെ അടുത്തുണ്ടാവും. ഹീറോ മൈക്കിലൂടെ അവരോട് സംസാരിക്കുന്നുണ്ടാവും. ഇപ്പൊ സെൻട്രൽ പോലീസുകാരുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ വുഡ്സ് വർത്ത് ബിൽഡിങ്ങിനടിയിൽ ഒരു സ്റ്റീം പൈപ്പ് പോകുന്നുണ്ട്. അതിൽ കറക്റ്റ് വൈകിട്ട് 4 മണിക്കാണ് സ്റ്റീം ട്രാവൽ ചെയ്യുക. സോ ആ സമയമാണ് കില്ലർ ഇവർക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പോലീസുകാർ ആ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിലേക്ക് കടക്കുന്നു. പക്ഷെ അകത്ത് കയറി നോക്കുമ്പം കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെണ്ണിനെ കാണുന്നില്ല. ഏത് സെക്ഷനിലാണ് അവളെ പൂട്ടിയിട്ടിരിക്കണതെന്ന് ഇവർക്കറിയില്ല. ഒരുപാട് ഏരിയ ഉണ്ട്. ഇപ്പൊ പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റീം അകത്തേക്ക് വരുന്ന ഭാഗത്തിനെ ബ്ലോക്ക് ചെയ്യാന്നുള്ളതാണ്. അവരവിടുത്തെ ലിവറൊക്കെ തിരിച്ചു നോക്കുന്നുണ്ടാവും. പക്ഷെ പൈപ്പ് ബ്ലോക്ക് ആക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹീറോയിൻ ഇവരെ തൊട്ടടുത്ത സെക്ഷനിൽ നിന്ന് ഒരു ലേഡി കരയുന്ന ശബ്ദം കേൾക്കുക. ഇവള് ടോർച്ച് അടിച്ചിട്ട് ഞങ്ങളിവിടെ ഉണ്ടേ എന്ന് പറയുന്നുണ്ട്. ആ പണക്കാരന്റെ ഭാര്യയുടെ കരച്ചിൽ ശബ്ദം കേൾക്കാം. എന്നാൽ ഇവർക്ക് ഓടി അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. അതിന് കുറച്ചുകൂടെ സമയമെടുക്കും. ഈ സമയത്ത് ബാക്കിയുള്ള ടെക്നിക്കൽ ആൾക്കാരെ കൊണ്ട് ആ പൈപ്പിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നില്ല. തിരിക്കാനുള്ള വീൽ തന്നെ ഈ കില്ലർ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് ആ പെണ്ണിനെ സഹായിക്കുക എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴേക്കും കറക്റ്റ് സമയമായി. പൈപ്പിൽ കൂടെ സ്റ്റീം വരാൻ തുടങ്ങിക്കഴിഞ്ഞു. പെട്ടെന്നത് പാഞ്ഞു വരുമ്പോൾ എല്ലാവരും മാറി ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുക. വേറെ വഴിയില്ല. സ്റ്റീം ആഞ്ഞു തുപ്പാൻ തുടങ്ങി. ഭാഗ്യത്തിന് നമ്മുടെ അകത്തുള്ള പോലീസുകാർക്കൊന്നും പറ്റിയില്ല. എല്ലാവരും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി. എന്നാൽ ആ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അവളുടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി. അവർ ഹീറോനെ വിളിച്ചു പറയും, ഷീസ് ഗോൺ. അപ്പൊ ഹീറോ അതെല്ലാം കേട്ടിട്ട് ഇപ്പൊ അവിടെ സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ ആ ലേഡിയുള്ള ഭാഗത്തേക്ക് ആദ്യം ഏഞ്ചലിനെ പറഞ്ഞോട്, അവള് ചെക്ക് ചെയ്തിട്ട് പറയട്ടെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പോലീസുകാർ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. സോ ചീഫ് ആദ്യം ഏഞ്ചലിനകത്തേക്ക് പറഞ്ഞു വിടുന്നു. അവളൊരു ടോർച്ച് എടുത്ത് അകത്തേക്ക് പോകുന്നുണ്ട്. പോയി നോക്കുമ്പോൾ ഈ ആവി അടിച്ച് വെന്ത് പഴുത്ത് കിടക്കുന്ന ആ ലേഡിയുടെ ശരീരം കാണാം. ഇവൾക്ക് അടുത്ത് പോകാൻ തന്നെ പേടിയാ. പക്ഷെ ഹീറോ നിർബന്ധിച്ച്, നീ അടുത്ത് പോണം, നീ ഒരു പോലീസുകാരിയാണ്, നിനക്കേ അതിനുള്ള കഴിവുള്ളൂ, ബാക്കിയുള്ളവർ ആ തെളിവ് നശിപ്പിക്കും, മനസ്സ് ബലപ്പെടുത്തി പോകാൻ പറയും. അവളും ചെല്ലുന്നു. ആ ബോഡിക്ക് അടുത്തായി ഈ കില്ലർ നമുക്ക് വേണ്ടി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും. ഇവള് നോക്കുമ്പോൾ ഒരു ചോര പുരണ്ട എല്ല് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു മരക്കഷ്ണം, പിന്നെ ആ മരക്കഷ്ണത്തിൽ കുറച്ച് പൂടയും കാണാം, രോമം. എന്തിൻ്റെയാണെന്നറിയില്ല. ഇതെല്ലാം അവൾ കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് നീ ആ ബോഡി എക്സാമിൻ ചെയ്യണം.
ബോഡിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൈകാലുകൾ കെട്ടപ്പെട്ട അവസ്ഥയാണ്. അതിൽ കൈയുടെ ഭാഗത്ത് നിന്നും കുറച്ച് ഫ്ലഷ് അറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെല്ലാം വെന്ത അവസ്ഥയാണ്. ഹീറോ പറയും കയ്യിൽ ഹാൻഡ് കഫ് ഉണ്ടെങ്കിൽ അതിൽ തീർച്ചയായും അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ളവർ വന്നു കഴിഞ്ഞാൽ ബോഡി റിക്കവർ ചെയ്യുമ്പോൾ ആ ഫിംഗർ പ്രിൻ്റ് നഷ്ടപ്പെടും. താനൊരു കാര്യം ചെയ്യും, ആ ലേഡിയുടെ തള്ളവിരൽ കട്ട് ചെയ്ത് ഹാൻഡ് കഫിന് ഒരു കേടും കൂടാതെ ഹാൻഡ് കഫ് മാത്രം തനിച്ചെടുത്ത് ഒരു കവറിലാക്കി ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതാണ് താൻ ചെയ്യേണ്ടതെന്ന് പറയും. ഹീറോയിനാണെങ്കിൽ ഈ ബോഡി കണ്ടപ്പോൾ തന്നെ അറ്റാക്ക് വന്ന അവസ്ഥയിലാണ്. എന്നിട്ടിപ്പോൾ അതിൻ്റെ വിരലെല്ലാം കട്ട് ചെയ്ത് ഹാൻഡ് കഫ് എടുക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അവൾ പല്ല് കടിച്ച് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റില്ല, ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല, എന്നെ വിട്ടേക്കെന്നും പറഞ്ഞ് ഹെഡ്സെറ്റ് വലിച്ചൂരി അവനോട് തന്നെ വന്ന് അർത്തോളം പറയും, എന്നെ വിട്ടേക്ക്, എനിക്ക് ഈ ജോലി വേണ്ടെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. നേരെ ഒരു വണ്ടി പിടിച്ച് ഒരൊറ്റ വരവാ വീട്ടിലേക്ക്. വേറെ ഒന്നും ചിന്തിക്കില്ല. വീട്ടിൽ വന്ന് കൈകാലുകൾ കഴുകി കരയാണ്. ഇതുപോലൊരു അനുഭവം അവൾക്കുണ്ടായിട്ടില്ല. അപ്പോൾ അവളുടെ വീട്ടിലൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിൽ അവളുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു. അച്ഛൻ്റെ മരണശേഷമാണ് ഇവള് പോലീസുകാരി ആയിട്ടുള്ളത്. ആഗ്രഹിച്ച ജോലിയല്ല. ഈ സമയത്ത് ഹീറോയിൻ പിണങ്ങിപ്പോയില്ലേ, അവളുടെ ഹിസ്റ്ററി ഹീറോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അച്ഛൻ ഒരു NYPD ഓഫീസർ ആയിരുന്നു. തീ കൊളുത്തി മരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ്റെ ബോഡി ആദ്യം കണ്ടുകിട്ടിയത് ഹീറോയിന് തന്നെയാണ്. അത് അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. ആ ട്രോമയിൽ നിന്നും ഇനി അവൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പം ഹീറോയിൻ്റെ വീട്ടിൽ ആരോ അവളുടെ കതകി മുട്ടുന്നുണ്ടാവും. പെണ്ണ് പേടിച്ച് കയ്യിൽ തോക്കുമെടുത്ത് ഡോറിനരികിൽ ചെന്ന് തുറക്കുമ്പോഴാണ് അത് നമ്മുടെ അസിസ്റ്റന്റ് പോലീസുകാരൻ. നീ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, ലിങ്കിന് എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞു. കാരണം ഇപ്പം മരിച്ച ലേഡി മാത്രമല്ല, ഇനിയും വിക്ടിംസ് വരാൻ സാധ്യതയുണ്ടെന്ന് അങ്ങേരുടെ ഇൻസ്റ്റിക്റ്റ് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നീ ഒരു തവണ അങ്ങേരെ വന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഒരു തവണയ്ക്ക് വാന്ന് പറഞ്ഞ് നിർബന്ധിച്ച അയാൾ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏഞ്ചൽ ഹീറോയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, വേഗം പറഞ്ഞോളൂ, എനിക്കിവിടുന്ന് പോകണമെന്ന് അവൾ പറയും. അപ്പോൾ ഹീറോ, ആദ്യം നീ ചെയ്തത് ഒരു ടെറിഫിക് ജോബാ, സൂപ്പറായിട്ടുണ്ട്. മറ്റാർക്കും ഇത്രയും കഴിവും ധൈര്യവും ഉണ്ടാവില്ല. വളരെ സിമ്പിളായി അയാൾ വെച്ചിരുന്ന എവിഡൻസ് നീ കണ്ടുപിടിച്ചു. സംശയമില്ല, ഈ കൊലയാളിക്ക് എന്തായാലും ഫോറൻസിക്കിനെ കുറിച്ച് സാരമായ അറിവുണ്ട്. പിന്നെ ആ കൈ അറക്കാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നീ പുതിയ ആളാണെന്നുള്ളത് ഞാൻ അനുമാനിച്ചിരിക്കണമായിരുന്നു. കുഴപ്പമില്ല എന്ന് ഹീറോ പറയും. അപ്പോൾ ഇവള് ദേഷ്യപ്പെടാണ്. കുഴപ്പമില്ലെന്നോ? താൻ ഇപ്പോഴും എന്നോട് മാപ്പ് ചോദിക്കുന്നില്ലല്ലോ. ഹീറോ ആണെങ്കിൽ ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? ചെയ്യേണ്ട ജോലി ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ നല്ലൊരു പോലീസുകാരിയാണ്. നിന്റെ മാർക്കെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്ത സ്ഥലത്തെല്ലാം നിനക്ക് ഹൈ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരു ക്രൈം സീനിന്റെ അവസ്ഥ കണ്ടുപിടിക്കാൻ കഴിയും. ഇത്രയും കഴിവുണ്ടായിട്ടും അതെല്ലാം എന്തിനു വലിച്ചെറിഞ്ഞു കളയണം? നിന്റെ അച്ഛന്റെ മരണത്തിന് നീ കാരണക്കാരിയല്ല, നീ അഹങ്കാരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതേ അഹങ്കാരം എനിക്കുമുണ്ട്. അതോടുകൂടെ തന്നെയാണ് ഞാനും പറഞ്ഞത്. നിന്റെ അച്ഛന് സംഭവിച്ചത് നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നീ നല്ലൊരു പോലീസുകാരിയാണ്. നിനക്കതിലൊരിക്കലും ഖേദം ഉണ്ടാവില്ല. നീ കാരണം ഒരുപാട് ജീവനുകൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, എന്നെ സഹായിക്കണം. ഇപ്പം ഞാൻ നിന്നോട് സഹായമാണ് ചോദിക്കുന്നത്, ദയവ് ചെയ്ത് സഹായിക്കും. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസിസ്റ്റന്റ് പോലീസുകാരൻ ഓടി വന്നിട്ട് പറയും, സാർ ഇന്നലെ വൈകിട്ട് ഒരു NYU സ്റ്റുഡന്റ് കടത്തപ്പെട്ടിരിക്കുന്നു. അയാൾ കയറിയ ടാക്സിയിലെ ടാക്സി ഡ്രൈവർ പുള്ളിയെ വലിച്ചിടുന്നത് ആ സ്റ്റുഡന്റിന്റെ കൂട്ടുകാരി കണ്ടിട്ടുണ്ട്. പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പയ്യനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മുടെ കിഡ്നാപ്പർ ആണോ എന്നൊരു സംശയം. ഉടനെ ഹീറോ പറയും, തീർച്ചയായിട്ടും അത് അവനായിരിക്കാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് സീനിൽ നിന്ന് കിട്ടിയ എവിഡൻസ് പെട്ടെന്നെടുക്കൂ. ഉടനെ ഹീറോയിനും അതേ ട്രാക്കിലേക്ക് വരികയാണ്. കാരണം ഒരു ജീവനാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡെഡ് ലൈൻ കിട്ടിയിട്ടുണ്ടോ? എന്താണത്? ഏതാണ് സമയം? ഹീറോ പറയും, ആ ഡെഡ് ലൈൻ എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. രണ്ടുപേരും കണ്ണോട് കണ്ണ് കോർത്ത് ചിരിക്കുന്നു. അപ്പോത് താൻ കാതൽ വന്നത്. ഇവരെങ്ങനെ ഡെഡ് ബോഡിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലവ് യു എന്നൊക്കെ പറയോ? എന്തായാലും ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ പോലീസുകാർ ഊഹിച്ചത് സത്യം തന്നെയാണ്. കില്ലർ ആ കിഡ്നാപ്പ് ചെയ്ത ആൺകുട്ടി വിദ്യാർത്ഥിയെ ഏതോ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെക്കുന്നുണ്ട്. ഒരു ഇരുമ്പ് തൂണി കെട്ടിവെച്ചിട്ട് അവന്റെ ഏതോ ഒരു പാർട്ട് അറുത്ത് മുറിക്കുന്നു. ഏതാണെന്ന് അറിഞ്ഞില്ല.